Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെയാണ് എടുത്തു നിർത്തിയത്? മെഡിക്കൽ എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ എടുത്തോണ്ടിരുന്നേ. കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു അല്ലെ? ഓക്കെ, എവിടെ വരെയാണ് എടുത്തു നിർത്തിയത്? എത്ര എണ്ണം പറഞ്ഞിരുന്നു? ട്രോളീസ് വരെയല്ലേ എടുത്തത്? സ്ട്രെച്ചേഴ്സ്, വീൽചെയർസ് പറഞ്ഞിരുന്നോ? ട്രോളി വരെ. ഓക്കെ, വീൽചെയർസ് തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലെ? ഓക്കെ, വായിച്ചു നോക്കിയിരുന്നോ? ക്ലിയർ ആണോ അത്? ആ ഭാഗം നോക്കിയാണോ? ഓക്കെ ഓക്കെ, ശരി. അപ്പൊ നെക്സ്റ്റ് വീൽ ചെയർ തുടങ്ങിയാണ് കേട്ടോ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ വീൽ ചെയർസും കണ്ടിട്ടുണ്ടല്ലോ അല്ലെ? ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ വീൽ ചെയർസ് ഉണ്ട് അല്ലെ? എന്തിനു വേണ്ടിയിട്ടാണ്? അല്ലെങ്കിൽ അത് ഒരു വീൽഡ് മൊബിലിറ്റി ഇൻസ്ട്രുമെന്റ് ആണ് അല്ലെ? വീൽ ചെയർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ? വീൽഡ് മൊബിലിറ്റി, വീൽസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് മൂവ്മെന്റ് അല്ലെ, മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് അല്ലെ വീൽ ചെയർ എന്ന് പറയുന്നത്. The instrument is moved manually or via various automated systems. അപ്പൊ നമുക്കറിയാം സാധാരണ പണ്ട് മുതലുള്ള വീൽ ചെയർസ് എങ്ങനെയാണ്? നമുക്ക് മാനുവലി ആണ് അത് മൂവ് ചെയ്യാൻ പറ്റുന്നത് അല്ലെ? വീൽസ് തിരിച്ചിട്ടാണ്, നമ്മുടെ ഹാൻഡ് ഉപയോഗിച്ച് വീൽസ് എന്ത് ചെയ്യാറുണ്ട്? തിരിച്ചു വിട്ട് കറക്കി വിട്ടിട്ടാണ് നമ്മൾ അത് മൂവ് ചെയ്യിക്കുന്നത്. കണ്ടിട്ടില്ലേ വീൽ ചെയർസ്? അങ്ങനെയുള്ള വീൽ ചെയർസ് ഉണ്ട്. അല്ലാതെ വേരിയസ് ഓട്ടോമേറ്റഡ് സിസ്റ്റംസ് ഉണ്ട് ഇല്ലേ? ഇപ്പൊ റിമോട്ട് കാര്യങ്ങളൊക്കെ വെച്ച് പ്രവർത്തിക്കാൻ പറ്റുന്ന വീൽ ചെയർസ് കണ്ടിട്ടില്ലേ? പുതിയതായിട്ട് വന്നിരിക്കുന്നത് കണ്ടിട്ടില്ലേ? ഫിലിപ്സിലൊക്കെ കണ്ടിട്ടില്ലേ? നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലോ കണ്ടിട്ടില്ലേ? അപ്പൊ അത്തരത്തിലുള്ള വീൽ ചെയർസും ഇപ്പൊ ലഭ്യമാണ്. ആൻഡ് വീൽ ചെയർസ് ആർ യൂസ്ഡ് ഫോർ പീപ്പിൾ ഹു ഫീൽ വാക്കിംഗ് ഈസ് ഡിഫിക്കൽട്ട് or impossible because of illness, physiological or physical injury or disability. അപ്പൊ നമുക്ക് എപ്പോഴും ഒരു വീൽ ചെയർ ആവശ്യമുള്ള ആർക്കാണ്? നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് അല്ലെ? വാക്കിംഗ് ഈസ് ഡിഫിക്കൽട്ട് ഓർ ഇമ്പോസിബിൾ അല്ലെ? നടക്കാൻ സാധിക്കാത്തവർക്ക് അല്ലെങ്കിൽ നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്കാണ് വീൽ ചെയറിന്റെ ആവശ്യം അല്ലെ? ചിലപ്പോ അവർക്ക് എന്തെങ്കിലും ശാരീരികപരമായിട്ട് അസുഖങ്ങളാവാം, പരിക്കുകൾ പറ്റിയവരാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും വൈകല്യങ്ങൾ സംഭവിച്ച ആളുകളാവാം. അത്തരം ആളുകൾക്ക് നടക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയോ അല്ലെങ്കിൽ നടക്കാൻ സാധിക്കാതെ വരികയോ ചെയ്യുമ്പോൾ നമുക്ക് അതിനു വേണ്ടി സഹായിക്കുന്നവർക്ക് നടക്കുന്നതിന് അല്ലെങ്കിൽ അവർക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ളപ്പോ അതിന് പകരമായിട്ട് അവരെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് വീൽ ചെയർ എന്ന് പറയുന്നത്. വീൽസിന്റെ സഹായത്തോടു കൂടി നമുക്ക് മൂവ്മെന്റ് സാധ്യമാക്കി തരുന്ന ഒരു ഉപകരണം കൂടിയാണ് വീൽ ചെയർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഇൻസ്ട്രുമെന്റ് നമുക്ക് മാനുവലി വീൽസ് ഹാൻഡ് കൊണ്ട് ടേൺ ചെയ്തുകൊണ്ട് നമുക്ക് വീൽസ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം? മാനുവലി നമുക്ക് ഈ വീൽ ചെയർസ് മൂവ് ചെയ്യിപ്പിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള നമുക്ക് എന്താണ് റിമോട്ട് കൺട്രോളുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? വീൽ ചെയർസ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ സാധാരണയായിട്ടത് മൂവ്മെന്റ് അല്ലെ, വാക്കിംഗ് ഈസ് ബുദ്ധിമുട്ടായിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ വാക്കിംഗ് ഇമ്പോസിബിൾ സാധ്യമല്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സപ്പോർട്ടീവ് എക്യുപ്മെന്റ് ആണ് വീൽ ചെയർ എന്ന് പറയുന്നത്. വായിച്ചു നോക്കി വീൽ ചെയർ. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വണ്ണിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് സ്ട്രക്ചേഴ്സ്. സ്ട്രക്ചേഴ്സും കണ്ടിട്ടുണ്ടല്ലോ അല്ലെ? വീൽ ചെയർ പോലെ തന്നെ മൂവ്മെന്റിന് വേണ്ടിയിട്ട് അവരെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്ന ഒരു ഉപകരണമാണ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. സ്ട്രക്ചർ ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് used for carrying patients
who need medical care, like വൈദ്യപരിചരണം ആവശ്യമായിട്ടുള്ള രോഗികളെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്ന ഒരു ഉപകരണമാണ് സ്ട്രെച്ചർ. And stretchers are mainly used in acute out of hospital care situation by emergency medical services. So നമുക്കറിയാം സ്ട്രെച്ചേഴ്സ് സാധാരണ ഹോസ്പിറ്റലിനകത്തുള്ള സർവീസിനേക്കാൾ കൂടുതൽ ഹോസ്പിറ്റലിന് പുറത്തു നിന്ന് പേഷ്യൻസിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാനാണ് കൂടുതൽ ഉപയോഗിക്കുക, അല്ലെ? ഒരു അക്യൂട്ട് ഔട്ട് ഓഫ് ഹോസ്പിറ്റൽ കെയർ സിറ്റുവേഷൻ, ഇപ്പൊ ഒരു ആക്സിഡന്റ് സംഭവിച്ചു, അപ്പൊ അവിടെ നിന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരിക്കേറ്റിടങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷനിൽ നിന്നോ പേഷ്യൻസിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഒരു എമർജൻസി മെഡിക്കൽ സർവീസുകൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് പേഷ്യൻസിനെ അത്തരം സിറ്റുവേഷനിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് സ്ട്രെച്ചർ, അല്ലെ? ആംബുലൻസിനൊക്കെ നമുക്ക് പെട്ടെന്ന് ഒരു ആംബുലൻസിലേക്ക് പേഷ്യൻസിനെ കയറ്റണമെങ്കിലോ അതിൽ നിന്ന് ഇറക്കണമെങ്കിലോ ഒക്കെ സ്ട്രെച്ചറിലൂടെയാണ് നമ്മൾ ചെയ്യുക, അല്ലെ? ഒരു ഹോസ്പിറ്റലിലെ സ്ട്രെച്ചറിന്റെ ഉപയോഗത്തെക്കാൾ കൂടുതൽ പുറത്തെ സിറ്റുവേഷൻസില് പേഷ്യൻസിന് എമർജൻസി മെഡിക്കൽ സർവീസുകൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സാധാരണ ഈ ഒരു സ്ട്രെച്ചേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ഉപകരണത്തിന്റെ ഉപയോഗം കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ സ്ട്രെച്ചർ എന്ന് പറഞ്ഞാൽ ഇസ് ആൻ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഫോർ ക്യാരിങ് പേഷ്യൻസ് who need medical care, വൈദ്യപരിചരണം ആവശ്യമായ രോഗികളെ കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്ന ഒരു ഉപകരണമാണ് സ്ട്രെച്ചർ. And stretchers are mainly used in acute out of hospital care situation by emergency medical services. ഒരു എമർജൻസി മെഡിക്കൽ സർവീസുകൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി പെട്ടെന്നുണ്ടാവുന്ന ഹോസ്പിറ്റലിന് പുറമേ ഉണ്ടാകുന്ന പല പല സിറ്റുവേഷൻസ് ഉണ്ടാവാം, അല്ലെ? ആക്സിഡൻസ് ആവാം, മറ്റെന്തെങ്കിലും സിറ്റുവേഷൻസ് ആവാം. അത്തരം കണ്ടീഷനുകളിൽ സ്ട്രെച്ചേഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് പേഷ്യൻസിനെ ഹോസ്പിറ്റലിലേക്ക് ക്യാരി ചെയ്ത് കൊണ്ടുവരുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. സ്ട്രെച്ചേഴ്സ് ആണ്. ഓക്കെ, ശരി. Then next one ആണ് suctioning machine. Suctioning machine എന്ന് പറഞ്ഞാല് a suctioning machine is a movable instrument used in the field of medicine for sucking fluids from a person's airways and mouth. ഇവിടെ suctioning machine എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഹോസ്പിറ്റലിൽ ചിലപ്പോ എന്തെങ്കിലും കാര്യങ്ങൾക്കായിട്ട് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഓക്കെ, ചിലരൊക്കെ കണ്ടു കാണും. ഈ ഒരു സക്ഷനിങ് മെഷീൻ എന്ന് പറഞ്ഞാല് സാധാരണ ഇതൊരു മൂവബിൾ ഇൻസ്ട്രുമെന്റ് ആണ്, നമുക്ക് മൂവ് ചെയ്ത് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ഉപകരണമാണ്, അല്ലെ? നമ്മുടെ മെഡിക്കൽ ഫീൽഡിൽ ഉപയോഗിക്കുന്ന മൂവബിൾ ആയിട്ടുള്ള ഒരു ഉപകരണമാണ് സക്ഷനിങ് മെഷീൻ. ഇവിടെ നമുക്ക് ഈ ഒരു സക്ഷനിങ് മെഷീന്റെ സഹായത്തോടു കൂടി പേഷ്യൻസിന്റെ എയർവേസിലോ അല്ലെങ്കിൽ മൗത്തിലോ ഉള്ള ഫ്ലൂയിഡ്സോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ, ഇപ്പോ മ്യൂക്കസ് ആവാം, സലൈവ ആവാം, ബ്ലഡ് ആവാം, ഫോറിൻ ബോഡീസ് ആവാം, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സക്ക് ചെയ്ത് കളയാനായിട്ട് സഹായിക്കുന്ന ഒരു ഉപകരണമാണ്. ഇത് പ്രധാനമായിട്ടും നിങ്ങൾ പെട്ടെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഡെന്റൽ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഇപ്പൊ നമ്മളെ ഡെന്റൽ പല്ലുമായി ബന്ധപ്പെട്ട് ഇപ്പൊ കനാലുകളോ അങ്ങനെ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ വായിൽ വെള്ളം വരും, അല്ലെ? അപ്പൊ ഇതുപോലെയുള്ള സക്ഷനിങ് മെഷീൻസ് ഉപയോഗിച്ചിട്ടാണ് ആ ഫ്ലൂയിഡ്സ് ഡ്രെയിൻ ചെയ്യുന്നത്. നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ഒരു ട്യൂബ് ഇട്ടിട്ട് ഡ്രെയിൻ ചെയ്ത് കളയാറില്ലേ? കണ്ടിട്ടില്ലേ? അത് അങ്ങനെ പോയിട്ടുള്ളവരോ അല്ലെങ്കിൽ ആ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്തുള്ളവരാണെങ്കിൽ അറിയാൻ പറ്റും, ഇല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ പല്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ സാധാരണ, അല്ലാന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ അല്ല, അത് മാത്രമല്ല കേട്ടോ, പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി വെച്ച് പറഞ്ഞതാണ്. അതല്ലെങ്കിൽ നമ്മുടെ എയർവേയില് എന്തെങ്കിലും മ്യൂക്കസോ അല്ലെങ്കിൽ കഫമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോറിൻ ബോഡീസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാനാണ്, അതെ, കഫമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ സക്ക് ചെയ്തെടുക്കാൻ, വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മെഷീൻ, മൂവബിൾ ആയിട്ടുള്ള ഈ ഒരു ഇൻസ്ട്രുമെന്റ് നമ്മുടെ മെഡിക്കൽ ഫീൽഡിൽ ഉപയോഗിക്കാറുണ്ട്. വായിച്ചു നോക്കിയേ സക്ഷനിങ് മെഷീൻ. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഫ്ലോ മീറ്റർ. ഈ ഒരു പിക്ചറിലുള്ള സാധനം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്തിനെങ്കിലും ഭാഗമായിട്ട് കണ്ടിട്ടുണ്ടോ ഫ്ലോ മീറ്റർ?
ഓക്സിജൻ സിലിണ്ടറിന്റെ കൂടെ കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ അത് തന്നെയാണ്. അപ്പൊ ഓക്സിജൻ സിലിണ്ടറിന്റെ കൂടെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഗ്യാസോ ഫ്ലൂയിഡ്സോ അതിന്റെയൊക്കെ ആ ഒരു ഫ്ലോ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ്, കൺട്രോളിംഗ് ഡിവൈസ് ആണ് കേട്ടോ എന്തെന്ന് പറയുന്നത്, ഫ്ലോ മീറ്റർ എന്ന് പറയുന്നത് കേട്ടോ. നോക്കിയപ്പോ എ ഡിവൈസ് that controls and gauges the flow of a fluid and gas. ഫ്ലൂയിഡിന്റെ ആയിക്കോട്ടെ ഗ്യാസിന്റെ ആയിക്കോട്ടെ ആ ഒരു ഫ്ലോ എത്രത്തോളമാണോ ആ ഒരു ഫ്ലോയിന്റെ കൃത്യമായിട്ട് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നതിന് നിയന്ത്രിക്കുകയും അത് അളക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈസ് ആണ് ഫ്ലോ മീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ആ പേരിൽ നിന്ന് തന്നെ അറിയാലോ, അതിന്റെ ഫ്ലോ നിയന്ത്രിക്കുക അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുക, അളക്കുക അല്ലെങ്കിൽ മെഷർ ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമാണ് ഫ്ലോ മീറ്റർ. And in anesthetic gas machine, it is the flow meter that gases by speed of flow based on their viscosity and density. ഇപ്പൊ അനസ്തേഷ്യ കൊടുക്കുന്ന ഗ്യാസ് മെഷീനുമായി ബന്ധപ്പെട്ട് വേണമെന്നില്ല, നമ്മുടെ ഓക്സിജൻ സിലിണ്ടേഴ്സുമായി ബന്ധപ്പെട്ടൊക്കെ ആണെങ്കിലും അതിൽ നിന്ന് പോകുന്ന ആ ഒരു ഗ്യാസിന്റെ സ്പീഡ് എത്രത്തോളം ആയിരിക്കണം, ആ സ്പീഡ് ഓഫ് ഫ്ലോ എങ്ങനെയായിരിക്കണം എന്ന് നമ്മൾ കൃത്യമായിട്ട് ആ ഒരു ഗ്യാസിന്റെ വിസ്കോസിറ്റി അതുപോലെ അതിന്റെ ഡെൻസിറ്റി സാന്ദ്രതയ്ക്കും അനുസരിച്ച് എത്രത്തോളം സ്പീഡിൽ അത് ഫ്ലോ ചെയ്യണം, എത്ര എമൗണ്ടില് ആ ഒരു സിലിണ്ടറിൽ നിന്ന് ആ ഒരു ഗ്യാസ് പുറത്തേക്ക് പോകണം, അത് കൃത്യമായിട്ട് നിയന്ത്രിക്കാനും മെഷർ ചെയ്യാനും സഹായിക്കുന്ന ഒരു ഡിവൈസ് ആണ്, കൺട്രോളിംഗ് ഡിവൈസ് ആണ് ഫ്ലോ മീറ്റർ എന്ന് പറയുന്നത്. കൃത്യമായിട്ട് നമുക്ക് അവിടെ നിന്ന് ആ ഒരു സിലിണ്ടറിൽ നിന്ന് ഇപ്പൊ ഓക്സിജൻ സിലിണ്ടറിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് എത്ര ഗ്യാസ് നമുക്ക് എത്ര ഗ്യാസ് പുറത്തേക്ക് പോകണം, എത്ര അളവിലായിരിക്കണം പോവേണ്ടത്, അതിന്റെ ഫ്ലോ എങ്ങനെയായിരിക്കണം എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട്, കൺട്രോളിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. ഡിവൈസ് മെഡിക്കൽ കൺട്രോൾ ചോദിക്കാറുണ്ട് കേട്ടോ. ഒരു ഫ്ലോ മീറ്റർ ആണ്. Dash is a device that control and gauges the flow of a fluid and gas. ഫ്ലൂയിഡ്സിന്റെയും ഗ്യാസിന്റെ ഫ്ലോയെ നിയന്ത്രിക്കുകയും അളക്കുകയും ചെയ്യുന്നതിന് വേണ്ടി സഹായിക്കുന്ന ഒരു കൺട്രോളിംഗ് ഡിവൈസ് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഫ്ലോ മീറ്റർ ആണ് കേട്ടോ. അപ്പൊ ഇവിടെ അനസ്തെറ്റിക് ഗ്യാസ് മെഷീൻസ് മാത്രമല്ല, അല്ലാതെ ഓക്സിജൻ സിലിണ്ടേഴ്സോ മറ്റെന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ടാണെങ്കിലും ആ ഒരു അതിനുള്ളിലുള്ള ഗ്യാസിന്റെയോ അല്ലെങ്കിൽ ഫ്ലൂയിഡിന്റെയോ ഒക്കെ ആ ഒരു വിസ്കോസിറ്റി അല്ലെങ്കിൽ ഡെൻസിറ്റി അതിന്റെ സാന്ദ്രതയ്ക്ക് അനുസരിച്ച് എത്ര ഫ്ലോ സ്പീഡിൽ അത് മൂവ് ചെയ്യണം അല്ലെങ്കിൽ ഒഴുകണം എന്ന് നമുക്ക് ഇത് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. വേഗം ഒന്ന് വായിച്ചു നോക്കിയ ഫ്ലോ മീറ്റർ ആണ്. ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ ആണ് സിറിഞ്ച് പമ്പ്. സിറിഞ്ച് പമ്പ് എന്ന് പറഞ്ഞാൽ പിക്ചർ കണ്ടിട്ടുണ്ടോ? സിറിഞ്ച് പമ്പ് സാധാരണ നമ്മളെ ICU അല്ലെങ്കിൽ എമർജൻസി കേസുകൾ കാഷ്വാലിറ്റിയിൽ യൂസ് ചെയ്യാറുണ്ട്, ICU യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ സാധാരണയായിട്ട് ഒരുപാട് പേര് ചിലപ്പോൾ കണ്ടു കാണണമെന്നില്ല കേട്ടോ, കാരണം ഇത് അങ്ങനെ എപ്പോഴും നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഉപകരണമല്ല. അപ്പൊ സിറിഞ്ച് ട്രിഗർ or syringe pump is a little infusion pump. Some consist of infuse and withdraw capability used to administer gradually small amounts of fluid with or without medication to a patient or for use in chemical and biomedical research. ഈ ഒരു സിറിഞ്ച് പമ്പ് അല്ലെങ്കിൽ സിറിഞ്ച് ട്രിഗർ എന്ന് പറയുന്നത് ഒരു ലിറ്റിൽ ഇൻഫ്യൂഷൻ പമ്പാണ്. നമുക്ക് എന്താണ് ഫ്ലൂയിഡ്സോ കാര്യങ്ങളോ ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് യൂസ് ടു അഡ്മിനിസ്റ്റർ ഗ്രാജുവലി സ്മോൾ എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ്, വളരെ ചെറിയ എമൗണ്ടിൽ. അപ്പൊ നമുക്ക് ഈ ഒരു മെഷീൻ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, ആ മെഷീന്റെ ഉള്ളിൽ നമുക്ക് കൃത്യമായിട്ട് അത് എത്ര എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ് ആണ് ആ ഒരു സിറിഞ്ചിലായിരിക്കും നമ്മൾ ആ ഒരു മരുന്നോ അല്ലെങ്കിൽ എന്ത് ഫ്ലൂയിഡ് ആണ്, മെഡിക്കേഷൻസ് ഉള്ള ഫ്ലൂയിഡ് ആവാം, വിത്തൗട്ട് മെഡിക്കേഷൻ ആണ് ആ ഫ്ലൂയിഡ്സ് നമ്മൾ കൊടുക്കേണ്ട ഫ്ലൂയിഡ് ഈ ഒരു സിറിഞ്ചിനുള്ളിലായിരിക്കും ഉണ്ടായിരിക്കാം. അപ്പൊ ആ ഒരു സിറിഞ്ചിൽ കൃത്യമായ അളവിൽ നമ്മൾ അത് എടുത്ത് അവിടെ പ്ലേസ് ചെയ്യുന്നു. അതിൽ നിന്ന് ട്യൂബ്സ് വഴി കണക്ട് ചെയ്ത് നമ്മൾ എന്താ ചെയ്യുന്നു, ആ പേഷ്യൻസിന്റെ ബോഡിയിലേക്ക് കൊടുക്കാണ്. അപ്പൊ അത് കൃത്യമായിട്ടുള്ള എമൗണ്ട് കാര്യങ്ങള്, ഒരു മിനിറ്റിൽ എത്ര എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ് ആണ് അവിടെ നിന്ന് പോവേണ്ടത് എന്നൊക്കെ നമുക്ക് ഈ മെഷീനിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സിറിഞ്ച് പമ്പ് എന്ന് പറയുന്ന ആ ഒരു മെഷീനിൽ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കാൻ പറ്റും.
അപ്പൊ അങ്ങനെ വളരെ സ്മോൾ എമൗണ്ടിൽ കേട്ടോ, ഒരുപാടല്ല. ഇപ്പൊ നമുക്കറിയാലോ ഒരു സിറിഞ്ചിൽ എടുക്കാവുന്ന മാക്സിമം എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ് ഒരുപാടൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ അതിന് വളരെ മൈന്യൂട്ട് ആയിട്ട് വളരെ സ്മോൾ എമൗണ്ട് ഗ്രാജുവലി വളരെ കുറെ സമയം എടുത്തായിട്ടോ ഇത് പോകുന്നത്. അപ്പൊ അങ്ങനെ ആന്റിബയോട്ടിക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പെട്ടെന്ന് നമുക്ക് കഴിച്ചാൽ, അല്ലെങ്കിൽ ഒരുപാട് പെട്ടെന്ന് കഴിച്ചിരുന്നതല്ല, വളരെ കുറഞ്ഞ ഗ്രാജുവലി വളരെ സ്മോൾ എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ്സ് വളരെ ഗ്രാജുവൽ വളരെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വളരെ ക്രമാതീതമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഫ്ലൂയിഡ് ആയിക്കോട്ടെ, വിത്ത് ഫ്ലൂയിഡ് അല്ലെങ്കിൽ വിത്തൗട്ട് മെഡിക്കേഷൻ ആയിക്കോട്ടെ, പേഷ്യൻസിന് കൊടുക്കാൻ സഹായിക്കുന്ന ഒരു ലിറ്റിൽ ഇൻഫ്യൂഷൻ പമ്പ് അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു സിറിഞ്ച് പമ്പിനെയാണ് നമ്മൾ ഈ ഒരു ഉപകരണമായിട്ട് പറയുന്നത്. നമുക്ക് ഒന്നില്ലെങ്കിൽ ഫ്ലൂയിഡ്സ് അങ്ങോട്ട് കൊടുക്കാൻ മാത്രം പറ്റുന്നവയുണ്ട്, ചിലവ എന്താണ് നമുക്ക് വിഡ്രോ കാപ്പബിലിറ്റി ഉണ്ട്. അതായത് നമുക്ക് ബ്ലഡോ കാര്യങ്ങളോ നമുക്ക് വേണമെങ്കിൽ അവിടെ ബോഡിയിൽ നിന്ന് എന്ത് ചെയ്യാം, വലിച്ചെടുക്കാനുള്ള ടെസ്റ്റിങ്ങും കാര്യങ്ങൾക്കോ വേണ്ടിയിട്ട് വലിച്ചെടുക്കാനുള്ള കപ്പാസിറ്റിയും ഉള്ളവയും ഉണ്ട്. അപ്പൊ സിറിഞ്ച് പമ്പ് അല്ലെങ്കിൽ സിറിഞ്ച് ട്രിമർ എന്ന് പറയുന്നത് ഒരു ലിറ്റിൽ ഇൻഫ്യൂഷൻ പമ്പാണ്. അതായത് ഇതിൽ ഇൻഫ്യൂസ് ചെയ്യാൻ നമുക്ക് ഫ്ലൂയിഡ്സ് കൊടുക്കാനും പറ്റും, തിരികെ വിഡ്രോ കാപ്പബിലിറ്റി ഉള്ളവയും ഉണ്ട്. അതുപോലെ തന്നെ ഇത് യൂസ് ടു അഡ്മിനിസ്റ്റർ, ആ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. യൂസ് ടു അഡ്മിനിസ്റ്റർ ഗ്രാജുവലി സ്മോൾ എമൗണ്ട് ഓഫ് ലിക്വിഡ്സ് ഫ്ലൂയിഡ്സ് ആണ്, വളരെ സ്മോൾ എമൗണ്ട്, വളരെ കുറഞ്ഞ എമൗണ്ടില് കൃത്യമായിട്ടുള്ള അളവില് ദ്രാവകങ്ങൾ അല്ലെങ്കിൽ ഫ്ലൂയിഡ്സ് പാസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ഉപകരണമാണ് ഈ സിറിഞ്ച് പമ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ യൂസ്ഡ് ഇൻ കെമിക്കൽ ആൻഡ് ബയോമെഡിക്കൽ റിസർച്ച്. കെമിക്കൽ ആൻഡ് ബയോമെഡിക്കൽ റിസർച്ചുകളുടെ കേസിൽ നമുക്കറിയാലോ പല എക്സ്പെരിമെന്റുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്ത് നോക്കാറുണ്ട്. അപ്പൊ അത്തരം കണ്ടീഷനിലും നമുക്കറിയാം ഒരുപാട് ഫ്ലൂയിഡ്സ് ലാബുകളിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ വളരെ മൈന്യൂട്ട് ആയിട്ടായിരിക്കും ഓരോ കാര്യങ്ങളും കെമിക്കൽസ് ആഡ് ചെയ്ത് കൊടുത്താണ് നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുക. അപ്പൊ അത്തരം കാര്യങ്ങൾക്കും വളരെ ഗ്രാജുവൽ ആയിട്ട് സ്മോൾ എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ് ആണ് വേണ്ടി വരുന്നത്. അപ്പൊ അത്തരം കേസുകളിൽ റിസർച്ചുകളുടെ കേസുകളിലും ഇതേ ഈ ഒരു ഡിവൈസ് എന്ത് ചെയ്യാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ സിറിഞ്ച് പമ്പ് എന്ന് പറഞ്ഞാൽ സ്മോൾ എമൗണ്ട്, ഗ്രാജുവലി സ്മോൾ എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ്സ് ബോഡിയിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലൂയിഡ്സ് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് സിറിഞ്ച് പമ്പ് എന്ന് പറയുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് വൺ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലെ, സ്റ്റെതസ്കോപ്പ് അറിയില്ലേ? സ്റ്റെതസ്കോപ്പ് അല്ലെ, നമുക്ക് പരിചയമുള്ളതാണ്. Stethoscope is an auditory medical device for auscultation or listening to the inner sounds of an animal or human body. നമുക്ക് സ്റ്റെതസ്കോപ്പ് നമുക്കറിയാം അല്ലെ, ഓഡിറ്ററി മെഡിക്കൽ ഡിവൈസ് ആണ് അല്ലെ, ശ്രവണത്തെ കേന്ദ്രീകരിച്ചുള്ള അല്ലെങ്കിൽ ലിസണിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. ഓസ്കൾട്ടേഷൻ എന്ന് പറഞ്ഞാല് ലിസണിങ് ടു ദ ഇന്നർ സൗണ്ട്സ് ഓഫ് ആൻ അനിമൽ ഓർ ഹ്യൂമൻ ബോഡി. നമ്മുടെ മനുഷ്യ ശരീരത്തിന്റെയോ അല്ലെങ്കിൽ ആനിമൽസിന്റെയോ ഒക്കെ ഇന്നർ സൗണ്ട്സ് അല്ലെ, ആന്തരികമായ ശബ്ദങ്ങളെ കേൾക്കാനായിട്ട് സഹായിക്കുന്ന ഒരു മെഡിക്കൽ ഡിവൈസ് ആണ് സ്റ്റെതസ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഡോക്ടേഴ്സ് നമ്മൾ ആ ഒരു സ്റ്റെതസ്കോപ്പ് യൂസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടു കാണും. ആ സ്റ്റെതസ്കോപ്പില് ഒരു സ്മോൾ ഡിസ്ക് ഷേപ്ഡ് റെസണേറ്റർ ഉണ്ട്. നമ്മുടെ ചെസ്റ്റിന്റെ ഭാഗത്തൊക്കെ വെച്ച് നോക്കാറില്ലേ, ഒരു സ്മോൾ ഡിസ്ക് ഷേപ്ഡ് ആയിട്ടുള്ള ഒരു റെസണേറ്റർ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ 2 ട്യൂബ്സ് കണക്റ്റഡ് ടു ഇയർ പീസ്, 2 ട്യൂബ്സ് അതിൽ നിന്ന് വന്നിട്ടുണ്ടാവും. അത് നമ്മുടെ രണ്ട് ചെവിയിലേക്കല്ലേ അവർ വെക്കാം. കണ്ടിട്ടില്ലേ സ്റ്റെതസ്കോപ്പ്? അറിയാലോ, നമ്മുടെ ആ ഒരു റെസണേറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ചെസ്റ്റിന്റെ ഭാഗത്ത് വെക്കുന്ന ഭാഗമാണ്. അതിനെയാണ് ഒരു ഡിസ്ക് ഷേപ്ഡ് ആയിട്ടുള്ള ഒരു റെസണേറ്റർ ഉണ്ടായിരിക്കും. അതിൽ നിന്ന് ട്യൂബ് പോയിട്ടുണ്ട് അല്ലെ, അതിൽ നിന്ന് ട്യൂബ് പോയിട്ടുണ്ട്. അത് 2 ഇയർ പീസ്, 2 ട്യൂബ്സ് ഇയർ പീസുകളുമായിട്ട് കണക്റ്റഡ് ആകും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ റെസണേറ്ററിൽ നിന്നും കിട്ടുന്ന സൗണ്ടുകൾ നമുക്ക് ആ ട്യൂബ് വഴി നമ്മുടെ ഇയറിലേക്ക് എത്തും അല്ലെ. അവരാണ് യൂസ് ചെയ്യുന്നത്, അവർക്ക് കേൾക്കാനായിട്ട് സാധിക്കും.
And it is often used to hear the sounds of the lungs and heart. നമ്മുടെ ലങ്സിന്റെയും ഹാർട്ടിന്റെയൊക്കെ നമ്മുടെ ബോഡിയുടെ ഉള്ളിലുള്ള ആന്തരിക അവയവങ്ങളുടെയൊക്കെ സൗണ്ടുകൾ കേൾക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ്. സ്റ്റെതസ്കോപ്പ് ചോദിക്കാറുണ്ട് കേട്ടോ. The stethoscope is an original medical device for auscultation or auscultation എന്ന് പറഞ്ഞാൽ listening to the inner sounds of the animal or human body. നമ്മുടെ മനുഷ്യ ശരീരത്തിലേക്ക് inner sounds ആന്തരിക ശബ്ദങ്ങളെ കേൾക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഓഡിറ്ററി മെഡിക്കൽ ഡിവൈസ് ആണ് സ്റ്റെതസ്കോപ്പ് എന്ന് പറയുന്നത്. അതിന് രണ്ട് ഭാഗങ്ങളാണുള്ളത്. ഒരു സ്മോൾ ഡിസ്ക് ഷേപ്ഡ് ആയിട്ടുള്ള റെസൊനേറ്റർ ഉണ്ടായിരിക്കും. അതിൽ നിന്ന് ട്യൂബ്സ് കണക്ട് ചെയ്തിട്ട് രണ്ട് ഇയർ പീസുകളിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇത് സാധാരണ നമ്മുടെ ലങ്സിന്റെയും ഹാർട്ടിന്റെയും ഒക്കെ സൗണ്ട് കേൾക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ്. വേഗം ഒന്ന് വായിച്ചു നോക്കിയത്. ഓക്കെ ഓക്കെ ശരി. നെക്സ്റ്റ് വൺ ആണ് ക്രാഷ് കാർട്ട്. ഈ പേര് എവിടെയെങ്കിലും കേട്ടോ? നമ്മൾ മുൻപ് പഠിച്ച ഏതെങ്കിലും മെഡിക്കൽ എക്യുപ്മെന്റ്സുമായി ബന്ധപ്പെട്ട് കേട്ടോ ക്രാഷ് കാർട്ട്? ഓർക്കുന്നോ? വെരി ഗുഡ്. ട്രോളി എന്ന് പറയുന്നതിൽ അല്ലെ നമ്മൾ പഠിച്ചിരുന്നു. അപ്പൊ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ക്രാഷ് കാർട്ട് ഒരു എക്യുപ്മെന്റ് ആയിട്ട് തന്നെ പഠിക്കാനുണ്ട് അല്ലെ. ഇവിടെ ക്രാഷ് കാർട്ട് എന്ന് പറഞ്ഞാല് ട്രോളി തന്നെയാണ് അല്ലെ. അപ്പൊ അത് ഇറ്റ് ഇസ് നോൺ ബൈ അതർ നെയിംസ്. അപ്പൊ ക്രാഷ് കാർട്ടിനെ അറിയപ്പെടുന്ന മറ്റു പേരുകളുണ്ട് കേട്ടോ. അപ്പൊ അതില് കോഡ് കാർട്ട് എന്നാണ്. അതിൽ ആ സ്പെല്ലിംഗ് ഒന്ന് മിസ്റ്റേക്ക് ഉണ്ട്. നിങ്ങളുടെ കറക്റ്റ് ആണെങ്കിൽ തിരുത്തണ്ട കേട്ടോ. CODE ആണ്. കോഡ് കാർട്ട് എന്നാണ് കേട്ടോ. CODE അങ്ങനെയാണോ കിടക്കുന്നത്? അല്ലെങ്കിൽ ഒന്ന് തിരുത്തിയേക്കണേ. ഓക്കെ, CODE ആണ് കേട്ടോ കോഡ് കാർട്ട് ആൻഡ് മാക്സ് കാർട്ട്. അപ്പൊ നിങ്ങളോട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ നിന്ന്. ക്രാഷ് കാർട്ടിന്റെ മറ്റു പേരുകൾ ഏതൊക്കെയാണ്? ഏതൊക്കെയാണ്? ക്രാഷ് കാർട്ട്, കോഡ് കാർട്ട്, മാക്സ് കാർട്ട്. ഇത് മൂന്നും ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പൊ ഏത് ചോദിച്ചാലും മാക്സ് കാർട്ടുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും അല്ലെങ്കിൽ ഓപ്ഷൻസിൽ ചിലപ്പോൾ അതായിരിക്കും കിടക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിലും മാറിപ്പോവരുത്. ഈ ക്രാഷ് കാർട്ടിന്റെ മൂന്ന് പേരുകളുണ്ട്. കോഡ് കാർട്ട് എന്നറിയപ്പെടുന്നുണ്ട്, മാക്സ് കാർട്ട് എന്നും അറിയപ്പെടുന്നുണ്ട്. Okay, it's known by the other names like code cart and max cart. And a crash cart or code cart or max cart, it is a set of trays, drawers or shelves on wheels used in hospital for transportation and dispensing of emergency medication or equipment at the site of medical or surgical emergency for life support protocols, that is ACLS and ALS, to potentially save someone's life. ഇവിടെ ക്രാഷ് കാർട്ട് അല്ലെങ്കിൽ മാക്സ് കാർട്ട് അല്ലെങ്കിൽ കോഡ് കാർട്ട് എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് ട്രേസ് ആവാം, അല്ലെങ്കിൽ ഒരു കൂട്ടം ഡ്രോയേഴ്സ് ആവാം, അല്ലെങ്കിൽ ഒരു കൂട്ടം ഷെൽഫ്സ് ആവാം. വീൽസിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു കൂട്ടം ട്രേസിനെയോ ഒരു കൂട്ടം ഷെൽഫുകളെയോ അല്ലെങ്കിൽ ഒരു കൂട്ടം ഡ്രോയേഴ്സിനെയോ ആണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കോഡ് കാർട്ട് എന്ന് പറയാം, ക്രാഷ് കാർട്ട് എന്ന് പറയാം, മാക്സ് കാർട്ട് എന്ന് പറയാം. മൂന്ന് പേര് പറഞ്ഞാലും ശരിയാണ്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്? Used in hospital for transportation and dispensing of emergency medication or equipment. Emergency situations use ചെയ്യുന്ന മരുന്നുകളും ഉപകരണങ്ങളും ഒക്കെ ഡിസ്പെൻസ് ചെയ്യാൻ അല്ലെങ്കിൽ വിതരണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സെറ്റ് ഓഫ് ട്രേസിനെയോ ഡ്രോയേഴ്സിനെയോ ഷെൽഫുകളെയോ ആണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ക്രാഷ് കാർട്ട്, മാക്സ് കാർട്ട് അല്ലെങ്കിൽ കോഡ് കാർട്ട് എന്ന് വിളിക്കുന്നത്. In the site of medical or surgical emergency, ഏത് സൈറ്റിന് വേണ്ടിയിട്ടാണ് ഇത് പ്രധാനമായിട്ടും? എന്തെങ്കിലും മെഡിക്കൽ പരമായിട്ടോ അല്ലെങ്കിൽ സർജിക്കൽ പരമായിട്ടോ എമർജൻസി സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ അത്തരം സിറ്റുവേഷൻസിലേക്ക് മെഡിസിൻസും എക്യുപ്മെന്റുകളും ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാനും വിതരണം ചെയ്യാനും ഉപയോഗിക്കുന്നു. ഫോർ ലൈഫ് സപ്പോർട്ട് പ്രോട്ടോകോൾസ്, അതായത് ACLS. എന്താണ് ACLS? എന്താണ് ACLS എക്സ്പാൻഡഡ് ഫോം?
പഠിച്ചിട്ടുണ്ടോ? ACLSഉം ALSഉം. അഡ്വാൻസ്ഡ് കാർഡിയോവാസ്കുലാർ ലൈഫ് സപ്പോർട്ട്. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യണേ. ACLS എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് കാർഡിയോവാസ്കുലാർ ലൈഫ് സപ്പോർട്ട്. അഡ്വാൻസ്ഡ് കാർഡിയോവാസ്കുലാർ ലൈഫ് സപ്പോർട്ട്. ALS എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട്. അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് കാർഡിയോവാസ്കുലാർ ലൈഫ് സപ്പോർട്ട്. ഓക്കെ, അപ്പൊ അത് രണ്ടും അറിയാത്തവരുണ്ടെങ്കിൽ നോട്ട് ചെയ്യട്ടോ. ഇൻകേസ് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ എക്സ്പാൻഡ് ഫോം എഴുതാൻ അറിഞ്ഞിരിക്കണേ. ഇത് എന്താണ്? സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് ആണ് അല്ലെ. സ്കിൽസ്, നമ്മുടെ ലൈഫ് സപ്പോർട്ടുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ലൈഫ് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ സ്കിൽസിനെയാണ് നമ്മൾ അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് എന്ന് പറയുന്നത്. ടു പൊട്ടൻഷ്യലി സേവ് സമൺസ് ലൈഫ്, ഒരു വ്യക്തിയുടെ ലൈഫിനെ അല്ലെങ്കിൽ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ലൈഫ് സപ്പോർട്ട് പ്രോട്ടോകോൾസ് ഉപയോഗിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. അതായത് എമർജൻസി സിറ്റുവേഷൻസിൽ മെഡിക്കൽ പരമായിട്ടോ സർജിക്കൽ പരമായിട്ടോ ഒരു വ്യക്തിയുടെ ലൈഫിനെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ ഇത്തരം മെഡിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യുന്ന സമയത്ത് ആവശ്യമായി വരുന്ന ഉപകരണങ്ങളും അതുപോലെ തന്നെ മെഡിസിൻസും ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാനും ആ സൈറ്റിലേക്ക് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും വീൽസിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു കൂട്ടം ഷെൽഫുകളെയോ ട്രേസിനെയോ അല്ലെങ്കിൽ ഡ്രോയേഴ്സിനെയോ നമ്മൾ വിളിക്കുന്നതാണ് മാക്സ് കാർട്ട്, കോഡ് കാർട്ട് അല്ലെങ്കിൽ ക്രാഷ് കാർട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അത് മനസ്സിലായോ? ഓക്കെ അല്ലേ? വേഗം അത് വായിച്ച് നോക്കിയത്. ACLSനെയും ALSനെയും എക്സ്പാൻഡ് ഫോം എഴുതി വെക്കണം കേട്ടോ. അഡ്വാൻസ്ഡ് കാർഡിയോ വാസ്കുലാർ ലൈഫ് സപ്പോർട്ട്, അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് നെബുലൈസർ. മിക്ക ആളുകളുടെയും വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിലും മിക്ക ആളുകളുടെയും വീട്ടിലുള്ള ഒരു ഉപകരണമാണ് അല്ലെ നെബുലൈസർ. ഇല്ലേ? കണ്ടിട്ടില്ലേ നെബുലൈസർ? ഓക്കെ, അപ്പൊ നോക്കിയേ, നെബുലൈസർ ഉണ്ട് അല്ലെ. ശരി, നെബുലൈസർ ഇറ്റ് ഈസ് എ ഡ്രഗ് ഡെലിവറി ഇൻസ്ട്രുമെന്റ് used to give medication in the form of a mist inhaled into the lungs. അപ്പൊ ഇതൊരു ഡ്രഗ് ഡെലിവറി ഇൻസ്ട്രുമെന്റ് ആണ് അല്ലെ. മരുന്ന് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് അല്ലെ. used to give medication in the form of a mist inhaled into the lungs. എന്തിന്റെ രൂപത്തിലാണ് നമുക്ക് നെബുലൈസർ യൂസ് ചെയ്യുമ്പോൾ മരുന്ന് അകത്തേക്ക് പോകുന്നത്? നമ്മൾ ശ്വസിക്കുന്ന സമയത്ത് എന്തിന്റെ രൂപത്തിലാ? ഒരു മിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഈർപ്പത്തിന്റെ രൂപത്തില് അല്ലെ. മിസ്റ്റിന്റെ രൂപത്തിൽ നമുക്ക് മരുന്നുകൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇൻഹേൽ ചെയ്യുന്ന സമയത്ത്, ശ്വസനം നടത്തുന്ന സമയത്ത് ലങ്സിലേക്ക് നമുക്ക് കൊടുക്കാൻ സഹായിക്കുന്ന ഒരു ഡ്രഗ് ഡെലിവറി ഇൻസ്ട്രുമെന്റ് ആണ് നെബുലൈസർ എന്ന് പറയുന്നത്. The nebulizers are mainly used for the treatment of cystic fibrosis, asthma, COPD and other respiratory diseases and disorders. നമുക്കറിയാം ശ്വാസകോശവുമായി ബന്ധപ്പെട്ട പല രോഗങ്ങൾക്കും നമ്മൾ നെബുലൈസേഴ്സ് യൂസ് ചെയ്യാറുണ്ട് അല്ലെ. സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊരു ജനിതക വൈകല്യമാണ് കേട്ടോ. നമ്മുടെ അപൂർവമായിട്ടുള്ള ഒരു ജനിതക വൈകല്യമാണ്. നമ്മുടെ ശ്വാസകോശ അണുബാധയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ശ്വാസകോശവുമായി ബന്ധപ്പെട്ട അണുബാധകൾ വരികയും അതുമായി ബന്ധപ്പെട്ട് ശ്വസിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും കഫം, ചുമ മുതലായിട്ടുള്ള ദീർഘകാല പ്രശ്നങ്ങൾക്കും കാരണമാവുന്ന ഒരു ജനിതക വൈകല്യമാണ് സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആസ്മ അറിയാലോ. ആസ്മയുമായി ബന്ധപ്പെട്ട് ഒരുപാട് രോഗികൾ എന്താണ് ഫേസ് ചെയ്യുന്ന കാര്യമാണ്. അതുപോലെ COPD. എന്താണ് COPD? എക്സ്പാൻഡ് ഫോം എന്താ COPD-യുടെ? ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. വെരി ഗുഡ്. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി
ഡിസീസ് അല്ലെ. ഇതൊരു ഗ്രൂപ്പ് ഓഫ് ലങ് ഡിസീസുകളാണ്. ഇതും ഇതുപോലെ തന്നെ ശ്വാസതടസ്സവും നമ്മുടെ ഏവയുമായി ബന്ധപ്പെട്ട് ശ്വസന വ്യവസ്ഥയെ ബാധിക്കുകയും ശ്വാസകോശങ്ങളെ നശിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ലങ് ഡിസീസുകളാണ് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് എന്ന് പറയുന്നത്. അതുപോലെയുള്ള മറ്റ് പല ശ്വാസകോശ രോഗങ്ങളുടെയും വൈകല്യങ്ങൾക്കും വേണ്ടിയിട്ട് ട്രീറ്റ്മെന്റിന് വേണ്ടി നമുക്ക് നെബുലൈസേഴ്സ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. സ്വാഭാവികമാണ് അല്ലെ. നമുക്കറിയാം ഒരു എന്താണ് നമുക്ക് ബ്രീത്തിങ് ഡിഫിക്കൽറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഡോക്ടർ പ്രിഫർ ചെയ്യുന്നത് നെബുലൈസ് ചെയ്യാനായിരിക്കും അല്ലെ. മിക്കവാറും നമ്മൾ അവിടെ വെച്ച് തന്നെ 2 നേരവും നെബുലൈസ് ചെയ്ത് കുറച്ച് ദിവസമൊക്കെ നെബുലൈസ് ചെയ്ത് കുറഞ്ഞിട്ടായിരിക്കും സാധാരണ നമ്മുടെ വീട്ടിലേക്ക് വിടുക അല്ലെ. വീട്ടിലേക്ക് വിട്ടാലും ഇതുപോലെയുള്ള ചെറിയ എക്യുപ്മെന്റുകൾ നമുക്ക് വാങ്ങാൻ കിട്ടും അല്ലെ. നമുക്ക് ലഭ്യമാണ്. അവിടുത്തെ പോലത്തെ അല്ലെങ്കിലും നമുക്ക് ഇതുപോലെ ചെറിയ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെ ചെറിയ നെബുലൈസേഴ്സ് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും അല്ലെ. അപ്പൊ നമുക്ക് അതിൻ്റെതായ മരുന്നുകളും കാര്യങ്ങളൊക്കെ എഴുതി തരും. അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വീട്ടിലിരുന്നു എന്ത് ചെയ്യാൻ പറ്റും, നെബുലൈസ് ചെയ്യാനായിട്ടാണ് പ്രിഫർ ചെയ്യാറ് ഇല്ലേ. ഇവിടെ ഈ ഒരു നെബുലൈസർ എന്ന് പറയുന്നത് ഡ്രഗ് ഡെലിവറി ഇൻസ്ട്രുമെന്റ് ആണ്. മരുന്ന് വിതരണം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. എങ്ങനെയാണ് ഇത് ഡ്രഗ് ഡെലിവറി ചെയ്യുന്നത്? ഇൻടു ദ ലങ്സ്. നമുക്ക് ലങ്സിലേക്ക് ഇൻഹലേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു മിസ്റ്റിന്റെ രൂപേണയാണ് നമുക്ക് മരുന്നുകൾ നൽകാനായിട്ട് സാധിക്കുന്നത്. പലതരത്തിലുള്ള വേരിയസ് റെസ്പിറേറ്ററി ഡിസീസുകൾക്ക് അല്ലെങ്കിൽ ഡിസോർഡേഴ്സിന് വേണ്ടിയിട്ട് ഒരു ട്രീറ്റ്മെന്റ് ആയിട്ട് നമുക്ക് ഈ ഒരു നെബുലൈസർ ഉപയോഗിക്കാവുന്നതുമാണ്. വേഗം ഒന്ന് വായിച്ചു നോക്കിയ നെബുലൈസർ. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് സ്റ്റീം ഇൻഹേലർ. ഇതും കണ്ടിട്ടില്ലേ? ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെ തന്നെ ഷേപ്പ് ഉള്ളതൊന്നും ഉണ്ടാവണം എന്നില്ല കേട്ടോ. ഇതിന്റെ തന്നെ പല മോഡലിലുള്ളതുണ്ട് കേട്ടോ. പല ഷേപ്പിലുള്ളതും പല മോഡലിലുള്ള അവൈലബിൾ ആണ് സ്റ്റീം ഇൻഹേലർ. അപ്പൊ നമ്മൾ മുൻപ് അതെ ഇതിപ്പോ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ളത് നമ്മൾ ഇങ്ങനത്തെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ സ്വാഭാവികമായിട്ടും പണ്ട് മുതലേ ഈ ഒരു സ്റ്റീം ഇൻഹലേഷൻ ചെയ്യാറില്ലേ? സ്റ്റീം ഇൻഹലേഷൻ തെറാപ്പികള് പണ്ട് മുതലേ ഇങ്ങനെ ഒരു ഇൻഹേലർ ഇല്ല എങ്കിൽ പോലും നമ്മുടെ വീടുകളിൽ തുളസിയൊക്കെ ഇട്ടിട്ട് നമ്മുടെ വീടുകളിൽ അമ്മമാര് ചെയ്യാറുണ്ട് അല്ലെ. വീട്ടിലെ തന്നെ എന്തെങ്കിലും പാത്രങ്ങളോ കാര്യങ്ങളോ ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് അല്ലെ. ഇത് മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഒരു മേജർ ബെനിഫിറ്റ് ഓഫ് ദ നാച്ചുറൽ സ്റ്റീം ഇൻഹലേഷൻ തെറാപ്പി is its marvelous way of treating the respiratory problems or complications generated with the warm and moist air while inhaling with this process of steam inhalation. അപ്പോൾ ഇവിടെ സ്റ്റീം ഇൻഹലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റീം ഇൻഹലേഷൻ തെറാപ്പിയാണ് അല്ലെ. സ്റ്റീം ഇൻഹേലർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് അല്ലെ. അതിന് ഒരുപാട് വളരെ മാർവലസ് ആയിട്ടുള്ള ഒരുപാട് പ്രയോജനങ്ങളും ഈ ഒരു സ്റ്റീം ഇൻഹലേഷൻ നാച്ചുറൽ ആയിട്ടുള്ള ഈ ഒരു സ്റ്റീം ഇൻഹലേഷൻ തെറാപ്പിയിലൂടെ ലഭിക്കുന്നുണ്ട്. ഒരുപാട് റെസ്പിറേറ്ററി പ്രോബ്ലംസിനും പല കോംപ്ലിക്കേഷൻസിനും ഒക്കെ ട്രീറ്റ്മെന്റ് ആയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ എങ്ങനെയാണ് ഈ ഒരു സ്റ്റീം ഇൻഹലേഷൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എങ്ങനെയാണ് നമുക്ക് വളരെ ചൂടുള്ളതായിട്ടുള്ള അല്ലെ, ചൂടുള്ള നീരാവിയല്ലേ നമുക്ക് കിട്ടുന്നത് അല്ലേ? ആണോ? നമ്മൾ ശ്വസിക്കുന്ന സമയത്ത് ചൂടുള്ളതും അതുപോലെ തന്നെ ഈർപ്പമുള്ളതുമായിട്ടുള്ളൊരു വായുവിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു വായു കിട്ടുന്നതിലൂടെ ഒരുപാട് റെസ്പിറേറ്ററി പ്രോബ്ലംസിനെയും കോംപ്ലിക്കേഷൻസിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രീറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ തടയാൻ സാധിക്കും. അപ്പൊ നെബുലൈസർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ചൂടുള്ളതല്ല, ഒരു ഈർപ്പമുള്ള അങ്ങനത്തെ ഒരു ചൂടുള്ള രീതിയിലുള്ളതല്ല. പക്ഷെ സ്റ്റീം ഇൻഹേലർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നാച്ചുറൽ ആയിട്ട് നമ്മൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതേ രീതിയിൽ ചൂടുള്ള നമ്മൾ ശ്വസിക്കുന്ന സമയത്ത് നല്ല ചൂടുള്ള ഒരു ഈർപ്പമുള്ള ഒരു വായുവാണ് നമുക്ക് കിട്ടുന്നത്. അതിലൂടെ നമുക്ക് പല റെസ്പിറേറ്ററി പ്രോബ്ലംസിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അങ്ങനെ വളരെ മാർവലസ് ആയിട്ടുള്ള ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ പ്രയോജനങ്ങളുള്ള ഒരു നാച്ചുറൽ സ്റ്റീം ഇൻഹലേഷൻ തെറാപ്പിയാണ് ഈ സ്റ്റീം ഇൻഹേലറിലൂടെ നമുക്ക് ലഭിക്കുക. വായിച്ചു നോക്കിയത്
Okay. Then next one ആണ് echo. Echo test is also known as the name of echocardiography or diagnostic cardiac ultrasound. ഈ ഒരു ടെസ്റ്റ് നമ്മൾ ചെയ്യാറുണ്ട് അല്ലെ, എക്കോ ടെസ്റ്റുകൾ ചെയ്യാനൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. അതിനെ ഈ എക്കോ ടെസ്റ്റിനെ നമ്മൾ വിളിക്കുന്ന മറ്റു പേരുകളാണ് എക്കോകാർഡിയോഗ്രഫി എന്ന് വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് കാർഡിയാക് അൾട്രാസൗണ്ട് എന്ന് വിളിക്കാറുണ്ട്. അപ്പൊ ആ രണ്ട് പേരുകൾ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ടെസ്റ്റ് ഈസ് ഓൾസോ നോൺ ഇൻ ദ നെയിം ഓഫ് എക്കോകാർഡിയോഗ്രഫി എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഡയഗ്നോസ്റ്റിക് കാർഡിയാക് അൾട്രാസൗണ്ട് എന്നറിയപ്പെട്ടാലും അല്ലെങ്കിൽ പറഞ്ഞാലും ഇത് തന്നെയാണ്. And echo uses sound waves to design pictures of your heart chambers, valves, walls, and the blood vessels, that is aorta, arteries, and veins attached to your skin. സ്കിന്നല്ല നമ്മുടെ ഹാർട്ടുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ. അപ്പൊ നോക്കിയേ, എക്കോ എന്ന് പറയുന്നത് നമ്മുടെ സൗണ്ട് വേവ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഹാർട്ടിന്റെ പിക്ചേഴ്സ് എടുക്കുക. അതായത് ഹാർട്ടുമായി ബന്ധപ്പെട്ട നമ്മുടെ ഹൃദയത്തിന്റെ ചേംബേഴ്സ്, അറകളുടെ പിക്ചേഴ്സ് എടുക്കുക, വാൽവുകളുടെ, അതുപോലെ ആ ഒരു ഹാർട്ടിന്റെ വാൾസ് അല്ലെങ്കിൽ ഭിത്തികളുടെ, അതുപോലെ തന്നെ ഹാർട്ടുമായി ബന്ധപ്പെട്ട ബ്ലഡ് വെസൽസ് എന്തൊക്കെയാണ്, അയോർട്ട അല്ലെ, മെയിൻ ബ്ലഡ് വെസൽ ആണ് അയോർട്ട എന്ന് പറയുന്നത്. മറ്റ് ധമനികളും സിരകളും, മറ്റ് ആർട്ടറീസും വെയിൻസും, ഇതിന്റെയൊക്കെ നമ്മുടെ ഹാർട്ടുമായി ബന്ധപ്പെട്ട ഇത്തരം ബ്ലഡ് വെസൽസിന്റെ പിക്ചേഴ്സ് എടുക്കുന്നു. വാൽവുകളുടെ പിക്ചേഴ്സ് എടുക്കാനും വാൾസിന്റെ പിക്ചേഴ്സ് എടുക്കാനും ഹാർട്ടിന്റെ ചേംബേഴ്സ് അല്ലെങ്കിൽ അറകളുടെ ഒക്കെ പിക്ചേഴ്സ് എടുക്കാൻ ഡിസൈൻ ചെയ്തിട്ടുള്ള, സൗണ്ട് വേവ്സ് ഉപയോഗിച്ച് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ് അല്ലെങ്കിൽ ഒരു മെഷീൻ ആണ് നമ്മൾ എക്കോ എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഇത് എക്കോ കോൾഡ് ട്രാൻസ്ഡ്യൂസർ ഈസ് പാസ്ഡ് ഓവർ യുവർ ചെസ്റ്റ്. നിങ്ങൾ ആ ഒരു പിക്ചർ നോക്കിയാൽ കാണാൻ പറ്റും, ഒരു സ്റ്റിക്ക് പോലെയുള്ള ഒരു ഭാഗം. ഇപ്പൊ നമ്മൾ അൾട്രാസൗണ്ട് സ്കാനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത്, സ്കാനിങ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, ഒരു ജെല്ല് പുരട്ടിയിട്ട് നമ്മുടെ മുകളിലൂടെ ആ ഒരു വയറിന്റെ ഭാഗത്തോട്ട് ഒരു എന്താണ് സ്റ്റിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തല്ലേ ചെയ്യുന്നത് അത് അല്ലെ. സ്കാനിങ് ചെയ്തവർക്ക് അറിയാൻ പറ്റുമല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തല്ലേ ചെയ്യുന്നേ. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ എക്കോ ചെയ്യുന്ന സമയത്തും ചെസ്റ്റിന്റെ ഭാഗത്ത് ഇതുപോലെ ആ ഒരു പ്രോബ്, അതായത് ആ ഒരു പ്രോബിനെ, അത് ട്രാൻസ്ഡ്യൂസർ എന്നാണ് അതിനെ വിളിക്കുന്നത്, ആ ഒരു സ്റ്റിക്ക് പോലെയുള്ള ഭാഗം നമ്മുടെ ചെസ്റ്റിന്റെ ഭാഗത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് അല്ലെങ്കിൽ മൂവ് ചെയ്തിട്ടാണ് ഈ ഒരു എന്ത് ചെയ്യുന്നത്, ആ ഒരു സ്കാനിങ് പോലത്തെ ആ ഒരു അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യുന്നത്. ഈ ഒരു എക്കോ എന്ന് പറയുന്നത് ശരിക്കും ഒരു ചെസ്റ്റിന്റെ ഭാഗത്ത് ചെയ്യുന്ന ഒരു അൾട്രാസൗണ്ട് സ്കാനിങ് തന്നെയാണ്. അതിന് നമ്മൾ എക്കോ കാർഡിയോഗ്രഫി എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് കാർഡിയാക് അൾട്രാസൗണ്ട് എന്ന് പറയാറുണ്ട്. ഇവിടെ നമ്മൾ ഒരു പ്രോബർ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഡ്യൂസർ യൂസ് ചെയ്തുകൊണ്ട് ആ ചെസ്റ്റിന്റെ ഭാഗത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്താണ് ആ ഒരു പിക്ചേഴ്സ് എടുക്കുന്നത്. ആ ഒരു പിക്ചേഴ്സ് നമ്മുടെ ഏത് ഭാഗത്തിന്റെയാണ്, ഹാർട്ടിന്റെ, ഹൃദയത്തിന്റെ ചേംബേഴ്സിന്റെ, അവിടെ വാൽവുകളുടെ, അതിന്റെ വാൾസിന്റെ, അതുപോലെ തന്നെ ഹാർട്ടുമായി ബന്ധപ്പെട്ടുള്ള ബ്ലഡ് വെസൽസ്, അയോർട്ട, ആർട്ടറീസ്, വെയിൻസ് മുതലായവയുടെയൊക്കെ ചിത്രമെടുക്കാൻ, സൗണ്ട് വേവ്സ് ഉപയോഗിച്ച് ചിത്രമെടുക്കാനായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒന്നാണ് എക്കോകാർഡിയോഗ്രഫി അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് കാർഡിയാക് അൾട്രാസൗണ്ട് എന്ന് പറയുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കട്ടെ. Okay. നെക്സ്റ്റ് വൺ ആണ് EEG. എന്താണ് EEGയുടെ എക്സ്പാൻഡഡ് ഫോം? വെരി ഗുഡ്, ഇലക്ട്രോ എൻസെഫലോഗ്രാം. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ഇലക്ട്രോ എൻസെഫലോഗ്രാം ഒന്ന് എഴുതി വെച്ചേ വേഗം, ചോദിക്കാറുണ്ട് കേട്ടോ. EEGയുടെ എക്സ്പാൻഡഡ് ഫോം ഇലക്ട്രോ എൻസെഫലോഗ്രാം കേട്ടോ, ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇതിൽ കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് പറയുന്നത്. ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ അറിയണം കേട്ടോ. Then an EEG is used to find problems in the electrical function of the brain
that may be connected with certain brain disorders. EEG എന്ന് പറഞ്ഞാല് നമുക്ക് find problems in electrical function of the brain അല്ലെ, നമ്മുടെ ബ്രെയിനിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, അതുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും ബ്രെയിൻ ഡിസോർഡേഴ്സോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ എന്നൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ EEG അല്ലെങ്കിൽ ഇലക്ട്രോ എൻസെഫലോഗ്രാം പോലെയുള്ള പരിശോധനകൾ നടത്തുന്നത്. The measurement given by an EEG are used to verify various conditions. അപ്പൊ നമ്മൾ ഈ ഒരു EEGയുടെ റിസൾട്ടുകൾ നമുക്ക് എടുത്തിട്ടുള്ള മെഷർമെന്റ്സ് കൃത്യമായിട്ട് നമ്മൾ മെഷർമെന്റ്സ് വഴി നമുക്ക് എന്ത് പരിശോധിക്കാനും ഉറപ്പുവരുത്താനും പറ്റും, നമുക്ക് ബ്രെയിനുമായി ബന്ധപ്പെട്ട ബ്രെയിനിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രോഗാവസ്ഥകളുണ്ടോ, എന്തെങ്കിലും പ്രോബ്ലംസോ കാര്യങ്ങളോ ഉണ്ടോ അത് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. ഇൻക്ലൂഡിങ് സീഷർ ഡിസോർഡേഴ്സ് സച്ച് ആസ് എപ്പിലെപ്സി, ഹെഡ് ഇഞ്ചുറി മുതലായവ. ഹെഡുമായിട്ട് എന്തെങ്കിലും പരിക്കുകൾ പറ്റിയിട്ടുണ്ടോ, അതുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അത് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ ബ്രെയിനുമായി ബന്ധപ്പെട്ട ഇലക്ട്രിക്കൽ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ, അതായത് എപ്പിലെപ്സി എന്ന് പറഞ്ഞാൽ അപസ്മാരം പോലെയുള്ള പ്രശ്നങ്ങളുണ്ടോ, അതുപോലെ ഹെഡ് ഇഞ്ചുറീസുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ, ഇതെല്ലാം അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ബ്രെയിനിന്റെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ കണ്ട് നമുക്ക് മനസ്സിലാവും അല്ലെ. സ്വാഭാവികമായിട്ടും ബ്രെയിനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവാം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു പരിശോധനയാണ് EEG ചെയ്യുക അല്ലെങ്കിൽ ഇലക്ട്രോ എൻസെഫലോഗ്രാം പരിശോധന ചെയ്യുക എന്ന് പറയുന്നത്. അതിലൂടെ നമ്മുടെ ബ്രെയിനുമായി ബന്ധപ്പെട്ട ബ്രെയിൻ ഡിസോർഡേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത്, ബ്രെയിനിന്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുകയും അല്ലെങ്കിൽ മെഷർ ചെയ്യുകയും അതിനനുസരിച്ച് നമ്മുടെ ആ ഒരു മെഷർമെന്റ് കൃത്യമായിട്ട് വെരിഫൈ ചെയ്ത് ആ ബ്രെയിനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളോ കാര്യങ്ങളോ, ബ്രെയിൻ ഡിസോർഡേഴ്സ് ഉണ്ടോ, അല്ലെങ്കിൽ അപസ്മാരമോ ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഹെഡ് ഇഞ്ചുറിയുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നൊക്കെ ആ ഒരു EEGയുടെ മെഷർമെന്റുകളിൽ നിന്ന് നമുക്ക് വെരിഫൈ ചെയ്യാനും പരിശോധിക്കാനും കണ്ടെത്താനും സാധിക്കും. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ EEG. ഓക്കെ ആണോ? നെക്സ്റ്റിലേക്ക് പോവാണ്. നെക്സ്റ്റ് വൺ ആണ് ഒഫ്താൽമോസ്കോപ്പ്. ഒഫ്താൽമോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ അതില് ഫസ്റ്റ് സെന്റൻസിൽ ഒഫ്താൽമോസ്കോപ്പി എന്നാക്കാട്ടാ. ഇവിടെ സ്കോപ്പ് എന്നാ കിടക്കുന്നത്. ലാസ്റ്റ് വൺ ഒഫ്താൽമോസ്കോപ്പി എന്നാക്കാം. ഒഫ്താൽമോസ്കോപ്പി, ഓൾസോ കോൾഡ് ഫണ്ടോസ്കോപ്പി, is a test which permit a health professional to watch inside the fundus of the eye and other structures using an ophthalmoscope or fundoscope. ആ ഒരു പ്രൊസീജിയറിനെയാണ് നമ്മള് ഒഫ്താൽമോസ്കോപ്പി അല്ലെങ്കിൽ ഫണ്ടോസ്കോപ്പി എന്ന് പറയുന്നത്. അപ്പൊ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഒഫ്താൽമോസ്കോപ്പ് അല്ലെങ്കിൽ ഫണ്ടോസ്കോപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു ഒഫ്താൽമോസ്കോപ്പ് അല്ലെങ്കിൽ ഫണ്ടോസ്കോപ്പ് എന്ന് പറയുന്ന ഒരു ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് ഹെൽത്ത് പ്രൊഫഷണൽസിന് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കണ്ണിന്റെ ഇൻസൈഡ് ദ ഫണ്ടസ് ഓഫ് ദ ഐ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിന്റെ ബാക്ക് സർഫസിനെയാണ് നമ്മൾ ഫണ്ടസ് എന്ന് പറയുന്നത്. അതായത് അവിടെയാണ് റെറ്റിന, ഒപ്റ്റിക് നെർവ്സ്, ബ്ലഡ് വെസൽസ് മുതലായവയൊക്കെ കാണുന്നത്. നമ്മുടെ കണ്ണിന്റെ ബാക്ക് സർഫസ് ആണ് ഈ ഫണ്ടസ് എന്ന് പറയുന്നത്. ഫണ്ടസ് ഓഫ് ദ ഐ എന്ന് പറഞ്ഞ ആ ഒരു ബാക്ക് സർഫസിനെയാ പറയുന്നത്. ഇത് നമ്മുടെ വൈറ്റൽ പാർട്ട് ഓഫ് ദ ഐസ്, വിഷനുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ഫണ്ടസ് അല്ലെങ്കിൽ ആ ഒരു ബാക്ക് സർഫസ് എന്ന് പറയുന്നത്. ആ ഒരു ഭാഗത്തെ നിരീക്ഷിക്കാനും അതുപോലെ തന്നെ കണ്ണിന്റെ മറ്റ് സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ഘടനകളെ വീക്ഷിക്കാനും വേണ്ടിയിട്ട് ഹെൽത്ത് പ്രൊഫഷണൽസ് ഏത് ഉപകരണം ഉപയോഗിക്കുന്നു, ഒഫ്താൽമോസ്കോപ്പ് അല്ലെങ്കിൽ ഫണ്ടോസ്കോപ്പ് ഉപയോഗിച്ച് ചെയ്യുന്ന ആ ഒരു ടെസ്റ്റിനെയാണ് നമ്മൾ ഒഫ്താൽമോസ്കോപ്പി അല്ലെങ്കിൽ ഫണ്ടോസ്കോപ്പി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഉപകരണത്തെ ഒഫ്താൽമോസ്കോപ്പ് അല്ലെങ്കിൽ ഫണ്ടോസ്കോപ്പ് എന്ന് പറയുന്നു. ആ ഒരു ടെസ്റ്റ് അല്ലെങ്കിൽ ആ ചെയ്യുന്ന ആ ഒരു പരിശോധനയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒഫ്താൽമോസ്കോപ്പി അല്ലെങ്കിൽ ഫണ്ടോസ്കോപ്പി. ആ ഒരു എക്സാമിനേഷനെയാണ് ആ ഒരു സ്കോപ്പി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്കോപ്പ് എന്ന് പറയുമ്പോൾ അത് ഉപകരണമാണ്. മനസ്സിലായോ? ക്ലിയർ ആണോ? ഓൾറെഡി നിങ്ങള് എന്താണ് സഫിക്സ് പഠിച്ചിട്ടില്ലേ? സ്കോപ്പ്, സ്കോപ്പി, ടെർമിനോളജി പഠിച്ചില്ലേ? പഠിച്ചോ? ഓർക്കുന്നുണ്ടോ? ഓക്കെ. അപ്പോ
Then it is performed as part of an examination and may be performed as part of a customary physical examination. അത് നമ്മുടെ സാധാരണ ശാരീരിക പരിശോധനയുടെ ഭാഗമായിട്ട് ഈ പറയുന്ന ഒഫ്താൽമോസ്കോപ്പി ചെയ്യാറുണ്ട്. അതല്ല എങ്കിൽ നമ്മുടെ നമ്മുടെ കണ്ണ് പരിശോധനയുടെ ഭാഗമായിട്ട് ഈ ഒരു പ്രൊസീജിയർ ചെയ്യാറുണ്ട്. അപ്പൊ ഒഫ്താൽമോസ്കോപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒഫ്താൽമോസ്കോപ്പി എന്ന് പറയുന്ന ഒരു ടെസ്റ്റിനെയാണ് ഒഫ്താൽമോസ്കോപ്പി അല്ലെങ്കിൽ ഫണ്ടോസ്കോപ്പി എന്ന് പറഞ്ഞാൽ ഒഫ്താൽമോസ്കോപ്പ് അല്ലെങ്കിൽ ഫണ്ടോസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഹെൽത്ത് പ്രൊഫഷണൽസ് പേഷ്യൻസിന്റെ ഐയുടെ inside the fundus of the ഐയുടെ ബാക്ക് സർഫസ്, അതായത് റെറ്റിന, ഒപ്റ്റിക് നെർവ്, നമ്മുടെ ബ്ലഡ് വെസൽസ് മുതലായവയ്ക്ക് ഉൾപ്പെടുന്ന ആ ഒരു വളരെ വിഷന് വളരെ പ്രധാനപ്പെട്ട ആ ഒരു ഭാഗത്തിന്റെ ഇത് ചെയ്യുന്നു, ഭാഗത്തെ വാച്ച് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിന്റെ മറ്റു ഘടനകളെയും വാച്ച് ചെയ്യുന്നതിന് വേണ്ടി ഏത് ഉപകരണമാണ് ഉപയോഗിക്കുന്നത്? ഒഫ്താൽമോസ്കോപ്പ് അല്ലെങ്കിൽ ഫണ്ടോസ്കോപ്പ് ഉപയോഗിച്ച് ആ ഒരു പരിശോധന നടത്തുന്നതിനെയാണ് ഒഫ്താൽമോസ്കോപ്പി അല്ലെങ്കിൽ ഫണ്ടോസ്കോപ്പി എന്ന് പറയുന്നത്. സാധാരണ ശാരീരിക പരിശോധനയുടെ ഭാഗമായിട്ട് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കണ്ണ് പരിശോധനയുടെ ഭാഗമായിട്ട് ഈ ഒരു പ്രൊസീജിയർ ചെയ്യാറുണ്ട്. വേഗം വായിച്ചു നോക്കി, ഇത് ചോദിക്കാറുണ്ട്, ഒഫ്താൽമോസ്കോപ്പ് ചോദിക്കാറുണ്ട് കേട്ടോ. കണ്ണുമായി ബന്ധപ്പെട്ട ആദ്യം നമ്മൾ ഇത് ഒരെണ്ണം മാത്രമേ പഠിക്കുന്നുള്ളൂ. ഓക്കെ ആണോ? ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ ആണ് Holter monitor. Holter monitor is a portable device which operates with the help of a battery. It measures and records your heart's functioning and constantly for 24 to 48 hours or longer depending on the type of monitoring used. ഈ ഒരു ഹോൾട്ടർ മോണിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ECG ചെയ്യുന്ന പോലെ ഹാർട്ടിന്റെ പ്രവർത്തനങ്ങൾ റെക്കോർഡ് ചെയ്യാനും മെഷർ ചെയ്യുന്നത് ഒരു ഉപകരണം തന്നെയാണ്. പക്ഷേ ECGയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു കറക്റ്റ് ഒരു ടൈം പീരീഡിനുള്ളിൽ നമുക്ക് റിസൾട്ട് കിട്ടാറ് അല്ലേ? ഒരു ടൈം പീരീഡ് ഉണ്ട്, കൃത്യമായിട്ടൊരു ടൈം പീരീഡിനുള്ളിൽ നമ്മൾ എപ്പോഴാണോ ECG ചെയ്യുന്നത് ആ സമയപരിധിക്കുള്ളിലുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടുക അല്ലേ? കണ്ടിന്യൂസ് ആയിട്ടുള്ള റിസൾട്ട് ആണോ നമുക്ക് കിട്ടുന്നത്? ആണോ? ECG ചെയ്യുന്ന ആ ഒരു സമയത്ത് ഹാർട്ടിന്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്ന് കൃത്യമായിട്ട് ആ ഒരു ടൈം പീരീഡിനുള്ളിലുള്ള റിസൾട്ട് ആണ് നമുക്ക് കിട്ടുക അല്ലെ? ഇവിടെ ഹോൾട്ടർ മോണിറ്ററിന്റെ പ്രത്യേകത ECGയിലുള്ള പോലെ തന്നെ ഹാർട്ടിന്റെ പ്രവർത്തനങ്ങൾ മെഷർ ചെയ്യാനും റെക്കോർഡ് ചെയ്യാനും ഇതിലും സാധിക്കും. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 24 മുതൽ 48 മണിക്കൂർ വരെ കോൺസ്റ്റന്റ്ലി സ്ഥിരമായിട്ട് കണ്ടിന്യൂസ്ലി നമുക്ക് ആ ഒരു ഹാർട്ടിന്റെ ഫംഗ്ഷൻ റെക്കോർഡ് ചെയ്യാനും മോണിറ്റർ ചെയ്യാനും പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അവിടെ ഒരു ഗിവൺ ടൈം ഓഫ് പീരീഡിനുള്ളിലല്ലേ നമുക്ക് ചെയ്യാൻ റിസൾട്ട് കിട്ടുന്നുള്ളൂ. അതിനുശേഷം എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് പിന്നെ എന്തെങ്കിലും വേരിയേഷൻസ് വന്നാലൊന്നും നമ്മൾ പിന്നെയും ECG ചെയ്യേണ്ടതായിട്ട് വരും. ഇവിടെ എന്ന് പറഞ്ഞാല് ഇവർക്ക് ഈ ഒരു ഉപകരണം കൊണ്ടു നടക്കാൻ പറ്റും. പോർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡിവൈസാണ്, നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ഡിവൈസാണ്. അപ്പൊ ഈ ഒരു ഹോൾട്ടർ ബാറ്ററിയുടെ പ്രസൻസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫിക്സ്ഡ് ആക്കി വെക്കേണ്ട കാര്യമില്ല, ബാറ്ററിയുടെ പ്രസൻസിലാണല്ലോ. അതുപോലെ ഒരു ECG മെഷീനോട് വലിയ മെഷീൻസോ കാര്യങ്ങളോ ഒന്നുമല്ല, ഒരു ചെറിയ, നിങ്ങൾ ആ പിക്ചർ നോക്കിയാൽ മനസ്സിലാവും, ഒരു ചെറിയ നമ്മുടെ സ്മോൾ ക്യാമറയുടെ ഒക്കെ സൈസിലുള്ള ഒരു ഉപകരണമാണ് ഹോൾട്ടർ മോണിറ്റർ. അപ്പൊ അതിൽ നിന്നും ചെറിയ ചെറിയ വയേഴ്സ് വന്നിട്ടുണ്ട്, കണ്ടോ? പിക്ചർ നോക്കാം കേട്ടോ, വയേഴ്സ് വരുന്നില്ലേ? ആ വയേഴ്സിന്റെ അറ്റൻഡായിട്ട് ഡോളർ ഷേപ്ഡ് ആയിട്ടുള്ള ചെറിയ ചെറിയ ഇലക്ട്രോഡ്സ് ഉണ്ടാവും. നിങ്ങൾ കണ്ടിട്ടില്ലേ? ECG ഒക്കെ ചെയ്യുന്ന ആളുകളുടെ നെഞ്ചിന്റെ സൈഡിൽ ഇലക്ട്രോഡ്സ് പ്ലേസ് ചെയ്ത് കണ്ടിട്ടില്ലേ? ഒട്ടിച്ചു വെച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഇലക്ട്രോഡ്സ് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു ഉപകരണത്തിന്റെ സഹായത്തോടു കൂടി ഒരു 24 മുതൽ 48 മണിക്കൂർ വരെ കുറഞ്ഞതാണ് കേട്ടോ പറയുന്നത്. ഏത് ടൈപ്പ് ഓഫ് മോണിറ്റർ, ഏത് ടൈപ്പ് ഓഫ് ഹോൾട്ടർ മോണിറ്റർ ആണ് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് 48 മണിക്കൂറിൽ കൂടുതലും കിട്ടാറുണ്ട് കേട്ടോ. ബാറ്ററിയുടെ കപ്പാസിറ്റിയും കാര്യങ്ങളും ഒക്കെ അനുസരിച്ചാണ്. അപ്പൊ 48 മണിക്കൂറിൽ കൂടുതലും നമുക്ക് ഇത് കിട്ടാം. അപ്പൊ മാക്സിമം മിനിമം ഒരു 24 മുതൽ 48 മണിക്കൂർ വരെ നമുക്ക് കോൺസ്റ്റന്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ വരും? ഒരു വ്യക്തിയുടെ ഹാർട്ടുമായി ബന്ധപ്പെട്ട പ്രവർത്തനം, ഹാർട്ട് ബീറ്റ്, മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക്
കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനും റെക്കോർഡ് ചെയ്യാനും സഹായിക്കുന്ന ഒരു പോർട്ടബിൾ ആയിട്ട് നമുക്ക് കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു പോർട്ടബിൾ ആയിട്ടുള്ള ഡിവൈസ് ആണ് ഹോൾട്ടർ മോണിറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അത് ചോദിക്കാറുണ്ട്. ഹോൾട്ടർ മോണിറ്റർ എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ക്ലിയർ ആയോ? Then the instrument has the size of a small camera. ഒരു small ക്യാമറയുടെ സൈസിലാണ് ഈ ഇൻസ്ട്രുമെന്റ് ഉള്ളത്. It has wires with silver dollar size electrodes that fix your skin. നമ്മുടെ സ്കിന്നിനെ ഫിക്സ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന രീതിയിൽ സ്മോൾ ഡോളർ ഷേപ്പിലായിട്ടുള്ള ഇലക്ട്രോഡ്സ് ഉണ്ടാവും. അത് നമുക്ക് സിൽവർ കളറിലുള്ള ഡോളർ ഷേപ്പ് ഇലക്ട്രോഡ്സ് ഉണ്ടാവും. അത് നമ്മുടെ ചെസ്റ്റിന്റെ ഭാഗത്ത് പ്ലേസ് ചെയ്യാം. അതിനുശേഷം അതിൽ നിന്നുള്ള വയേഴ്സ് ഈ ഒരു ഹോൾട്ടർ മോണിറ്ററുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പൊ അതിലൂടെ ഒരു 24 മുതൽ 48 മണിക്കൂർ വരെ കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് അവരുടെ ആ ഒരു പേഷ്യന്റിന്റെ ഹാർട്ടിന്റെ പ്രവർത്തനങ്ങൾ റെക്കോർഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യാനും മെഷർ ചെയ്യാനും സഹായിക്കുന്ന ഒരു പോർട്ടബിൾ ഡിവൈസ് ആണ് ഹോൾട്ടർ മോണിറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഹോൾട്ടർ മോണിറ്റർ വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ ഓക്കെ അല്ലേ? ആണ് കാർഡിയാക് ടേബിൾ കേട്ടോ. കാർഡിയാക് ടേബിൾ എന്ന് പറഞ്ഞാൽ എ ടേബിൾ ഇൻ ദ ഹോസ്പിറ്റൽ ഫോർ patients use when hospitalized. Bed table set in front with a pillow on it, and patients can incline forward and take rest. And table without a pillow is used for writing and meals, used for patients with cardiac condition and asthma. ഇവിടെ കാർഡിയാക് ടേബിൾ എന്ന് പറഞ്ഞപ്പോൾ കാർഡിയാക് കണ്ടീഷനിലോ ആസ്മയിലോ ഒക്കെ ഉള്ള ആസ്മയൊക്കെ വരുന്ന പേഷ്യൻസിന് നമുക്ക് പെട്ടെന്ന് അവർക്ക് ഒരു ഹോസ്പിറ്റലൈസ്ഡ് ആയി കഴിഞ്ഞാൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടേബിൾ ആണ് കാർഡിയാക് ടേബിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമുക്ക് ബെഡായിട്ട് സെറ്റ് ചെയ്യാം. അതായത് ഇപ്പൊ കാർഡിയാക് കണ്ടീഷനോ ഹാർട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ആസ്മയ്ക്കുള്ള പേഷ്യൻസിന് അവർക്ക് എന്തെങ്കിലും എന്താണ് ഒരു പ്രത്യേക പൊസിഷനിൽ കിടക്കണമെങ്കിൽ ഡിഫിക്കൽറ്റി ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് കുറച്ചുകൂടി ഈസി ആക്കുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും പർട്ടിക്കുലർ പൊസിഷനിൽ ചരിഞ്ഞോ അല്ലെങ്കിൽ തല കുറച്ച് പൊക്കി വെച്ചോ ഒക്കെ നമുക്ക് റെസ്റ്റ് എടുക്കണം അല്ലെങ്കിൽ കിടക്കണമെങ്കിൽ അവർക്ക് അതൊരു ബെഡ് ടേബിൾ ആയിട്ട് ഇത് ഉപയോഗിക്കാം. അതായത് ഞാൻ ഫ്രണ്ട് ഭാഗത്ത് ഒരു പില്ലോ വെച്ചിട്ട് അവർക്കൊരു ബെഡ് ടേബിൾ ആയിട്ട് പേഷ്യൻസിന് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ടേബിൾ വിത്തൗട്ട് പില്ലോ ഇല്ലാതെ അവർക്ക് എഴുതുന്നതിന് വേണ്ടിയിട്ടുള്ള പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മീൽസ് കഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പർപ്പസിന് വേണ്ടിയിട്ട് ഈ ഒരു കാർഡിയാക് ടേബിൾ യൂസ് ചെയ്യാവുന്നതാണ്. ഒരു കാർഡിയാക് ടേബിൾ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള പേഷ്യൻസിന് യൂസ് ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കുന്ന ഒരു ടേബിൾ ആണ്. അത് അവർക്ക് ആസ്മിയോ കാർഡിയാക് കണ്ടീഷൻ ഒക്കെ ഉള്ള പേഷ്യൻസിന് അവരുടെ ബ്രീത്തിങ് കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കുന്നതിന് വേണ്ടി കൃത്യമായ ഒരു പൊസിഷനിൽ അവർക്ക് കിടക്കണമെങ്കിൽ ഈ ഒരു ടേബിൾ ബെഡ് പോലെ ഒരു പില്ലോ വെച്ച് സെറ്റ് ചെയ്തിട്ട് ഫ്രണ്ടിലൊരു പില്ലോ വെച്ച് സെറ്റ് ചെയ്ത് ബെഡ് ടേബിൾ ആക്കി യൂസ് ചെയ്യാം. അല്ല എങ്കിൽ പില്ലോ ഇല്ലാതെ അവർക്ക് റൈറ്റിംഗ് ടേബിളോ മീൽസ് കഴിക്കുന്നതിന് വേണ്ടിയുള്ള ഫുഡ് കഴിക്കുന്നതിന് വേണ്ടിയുള്ള ടേബിളോ ആയിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇതൊന്ന് വായിച്ചു നോക്കി കാർഡിയാക് ടേബിൾ. ഓക്കെ ശരി. നെക്സ്റ്റ് വൺ ആണ് EMG, അതായത് ഇലക്ട്രോ മയോഗ്രഫി കേട്ടോ. അതിന്റെ എക്സ്പാൻഡ് ഫോം നോക്കി വെക്കണേ. ഇലക്ട്രോ മയോഗ്രഫി അത് അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ. അറിയാത്തവരുണ്ടെങ്കിൽ പഠിച്ചു വെക്കണം കേട്ടോ. ഇലക്ട്രോ മയോഗ്രഫിന്റെ എക്സ്പാൻഡ് ഫോം ചോദിക്കാറുണ്ട്. ECGയുടെ EEGയുടെ EMGയുടെ ഒക്കെ എക്സ്പാൻഡ് ഫോം ചോദിക്കാറുണ്ട് കേട്ടോ.
അപ്പോൾ ഇലക്ട്രോമയോഗ്രഫി എന്ന് പറഞ്ഞാൽ മസിൽ റെസ്പോൺസ് ഓർ ഇലക്ട്രിക്കൽ ഫംഗ്ഷൻ ഇൻ റെസ്പോൺസ് ടു എ നെർവ് സ്റ്റിമുലേഷൻ ഓഫ് ദ മസിൽ. The test is used to help find neuromuscular deformity. In the course of the test, one or more small needles, also called the electrodes, are connected through the skin into the muscles. ഇവിടെ ഈ ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ന്യൂറോ മസ്കുലർ ഡിഫോമിറ്റി, നമ്മുടെ നാഡീ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വൈകല്യങ്ങളോ കാര്യങ്ങളോ മസിൽസുമായി ബന്ധപ്പെട്ട വൈകല്യങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പരിശോധനയിലൂടെ കണ്ടെത്താൻ പറ്റും. അതിനുവേണ്ടി ഒന്നോ അതിൽ കൂടുതലോ ചെറിയ നീഡിൽസ് അല്ലെങ്കിൽ ഇലക്ട്രോഡ്സ് എന്ത് ചെയ്യുന്നു, സ്കിന്നിൽ നിന്നും മസിൽസുമായിട്ട് കണക്റ്റഡ് ആക്കും. അങ്ങനെ മസിൽസുമായിട്ട് കണക്റ്റഡ് ആക്കി വെക്കുന്നത് കൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഉപകരണങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് കണക്ട് ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ നെർവ്സിന്റെ സ്റ്റിമുലേഷൻ, നെർവുകൾ അല്ലെങ്കിൽ നമ്മുടെ നാഡിയുടെ ഉത്തേജനത്തോട് മസിൽസ് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ മസിൽസിന്റെ അതിനോടുള്ള പ്രതികരണം എങ്ങനെയാണ് എന്ന് കൃത്യമായിട്ട് നമ്മൾ മെഷർ ചെയ്യുകയും റെക്കോർഡ് ചെയ്യുകയുമാണ് ഈ ഒരു ടെസ്റ്റിന്റെ ഉദ്ദേശം. അപ്പൊ അങ്ങനെ നമ്മുടെ ആ ഒരു നെർവ്സ് കൊടുക്കുന്ന സ്റ്റിമുലേഷൻസിനനുസരിച്ച്, ഉത്തേജനത്തിനനുസരിച്ച് നമ്മുടെ മസിൽസ് പ്രവർത്തിക്കുന്നുണ്ടോ, അതിനനുസരിച്ച് കൃത്യമായ രീതിയിൽ അത് എന്താണ് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ പ്രതികരിക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ഈ ഒരു സ്കിന്നിന്റെ താഴെയുള്ള മസിൽസിലേക്ക് ഇലക്ട്രോഡ്സ് അല്ലെങ്കിൽ ആ ഒരു സ്മോൾ നീഡിൽസ് ഇൻസേർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അതിന്റെ പ്രസൻസിൽ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് വൈറസും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. കൃത്യമായിട്ട് നമുക്ക് മെഷീൻസ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാനും റെക്കോർഡ് ചെയ്യാനും പറ്റും. അപ്പൊ അവിടെ എന്തെങ്കിലും ന്യൂറോ മസ്കുലർ ഡിഫോമിറ്റീസ് അല്ലെങ്കിൽ നമ്മുടെ നെർവസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടോ നെർവസിന് കൃത്യമായിട്ടുള്ള സ്റ്റിമുലേഷൻസ് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിലോ, അല്ലെങ്കിൽ നെർവ്സ് കൊടുക്കുന്ന സ്റ്റിമുലേഷൻ അല്ലെങ്കിൽ ഉത്തേജനത്തിനനുസരിച്ച് നമ്മുടെ മസിൽസിന് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലോ, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ വൈകല്യങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടെസ്റ്റ് വഴി എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഈ ഒരു EMGയുടെ എക്സ്പാൻഡ് ഫോം നോക്കണം കേട്ടോ. ഇലക്ട്രോമയോഗ്രഫി ചോദിക്കാറുണ്ട്. അതുപോലെ എന്താണ് നമ്മൾ കൊടുക്കുന്ന ആ ഒരു നെർവ്സ് കൊടുക്കുന്ന സ്റ്റിമുലേഷൻ അല്ലെങ്കിൽ ആ ഒരു ഉത്തേജനത്തിനനുസരിച്ച് നമ്മുടെ മസിൽസിന് അതിന് ആ ഒരു സ്റ്റിമുലേഷൻ അനുസരിച്ച് ഉത്തേജനത്തിനനുസരിച്ച് നമ്മുടെ മസിൽസിന് പ്രതികരിക്കാനുള്ള ആ ഒരു ശേഷി എത്രത്തോളം ഉണ്ട് എന്ന് പരിശോധിക്കുകയാണ്. അപ്പൊ അതിലൂടെ നമുക്ക് എന്തെങ്കിലും നെർവ്സുമായി ബന്ധപ്പെട്ടോ മസിൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വൈകല്യങ്ങൾ തിരിച്ചറിയാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. വേഗം ഒന്ന് വായിച്ചു നോക്കി EMG. ഓക്കെ, അപ്പൊ മിസ് ഇന്ന് ഇവിടെ വരെ എടുക്കുന്നുള്ളൂ കേട്ടോ. 23 വരെ എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പൊ ഇവിടെ വരെ ഒന്ന് വായിച്ചിട്ട് വരണം കേട്ടോ. ഓക്കെ, താങ്ക് യു.